ഹലോ ഗീസേ, കീർത്തിക ഗോവിന്ദസ്വാമി കേരളത്തിൽ വന്നിട്ട് ബീഫ് കാര്യമായി തിന്നുന്ന മനുഷ്യന്മാരുടെ ഒരു ലോകമാണ് കേരളത്തിലുള്ളത്. ബീഫ് തിന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മൃഗീയമായിട്ടുള്ള എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ വിസിബിലിറ്റി കൂട്ടുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ വലിയ കാര്യമുണ്ട് തോന്നുന്നില്ല. ഇതൊരു നാഷണൽ പ്രോജക്റ്റാണ്, ഒരു അജണ്ടയുടെ ഭാഗമാണ്. കീർത്തി ഹിസ്റ്ററി എന്ന മുമ്പ് യൂട്യൂബ് ചാനൽ പേരുണ്ടായിരുന്ന ഇന്ന് കീർത്തി എന്ന പേരുള്ള മുപ്പത്തിയാറുടെ ചാനലിലുള്ള ഒരു വീഡിയോ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതായത് നരേന്ദ്രമോദിയിൽ നിന്ന് ഏറ്റവും മികച്ച ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ളൊരു മുപ്പത്തിയേരാണ് കീർത്തി. അപ്പോൾ കീർത്തിയുടെ കേരളത്തിലുള്ള ഒരു വരവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരിപ്പോൾ ഡോക്യുമെൻ്ററി ടൈപ്പ് സംഗതികൾ എല്ലാ ഫ്രൈഡേ അപ്ലോഡ് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് മുപ്പത്തിയേറെ യൂട്യൂബ് ചാനലുള്ളത്. അപ്പോൾ പൊതുവെ നമുക്കറിയാവുന്നതാണ്, പ്രത്യേകിച്ച് യു പിയിലൊക്കെ അല്ലെങ്കിൽ കേരളം വിട്ടിട്ട് നേരെ നമ്മൾ നോർത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ബീഫ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമാത ഒരു ഇഫക്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് വളരെ പൈശാചികമായിട്ടുള്ള ദൈവത്തിനെതിരെയുള്ള ഒരു സംഗതിയായിട്ടാണ് എടുക്കുന്നത് അല്ലേ. കേരളത്തിൻ്റെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് അതൊരു വികാരമാണ്. അപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇവർ ആ വീഡിയോ ചെയ്തതല്ല ആളുകളുടെ വിഷയം, അത് ആ വീഡിയോ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അവർ പറയുന്നൊരു സംഗതിയുണ്ട്, 5 കിലോമീറ്റർ അപ്പുറത്ത് അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ബീഫ് ഇവർ വിൽക്കുന്നത്, 5 കിലോയൊക്കെയാണ് ഒരാൾ വീട്ടിലേക്ക് ബീഫ് കൊണ്ടുപോകുന്നത് എന്നുള്ള വൈബിലൊക്കെ എന്തോ വലിയൊരു സംഭവം എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അവർ 5 കിലോമീറ്റർ അപ്പുറത്ത് അമ്പലമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എന്തുദ്ദേശിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നതെന്നൊരു സംഗതിയില്ല. അപ്പോൾ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് അവർ കേരളത്തിനെ വേറൊരു രീതിയിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കോർണർ ചെയ്യുന്ന ഒരു സംഗതിയുള്ള ഒരു ഇതാണ് അവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയ ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കേരള സ്റ്റോറി 2 പറഞ്ഞിട്ടൊരു സംഗതി ഒന്നുണ്ടല്ലോ. അടുത്ത നാഷണൽ അവാർഡ് കിട്ടാനുള്ള സിനിമ എന്നുള്ളൊരു കോലത്തിലേക്ക് കേരള സ്റ്റോറി 2 ആവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് കേസ്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതും അതേപോലെ കേരള സ്റ്റോറി 2 അതിൻ്റെ ട്രെയിലർ തന്നെ വൻ വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പം കേരള സ്റ്റോറി 2 അതേപോലെ തന്നെ കീർത്തിയുടെ ഈ ഒരു ഡോക്യുമെൻ്ററി ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊപ്പഗാൻഡ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം, ആ ഒരു പോളറൈസേഷന് തീവ്രത കൂടും. അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ഈ ഒരു സാധനം പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഗി വോയിസാണ് കീർത്തി എന്നൊക്കെ പറയുന്നത്, അത് വേണമെങ്കിൽ ആ രീതിയിൽ പറയാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി എന്താ വെച്ചാൽ, അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൂടുതൽ വൈറലാവുക അല്ലെങ്കിൽ സിലബസുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ കീർത്തിയുടെ യൂട്യൂബ് ചാനലും കീർത്തിയുടെ വോയിസും ചർച്ചാ വിഷയമാവുക എന്നുള്ള സംഗതിയില്ല. അപ്പോൾ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഗതി എന്ന രീതിയിൽ ഇവരൊരു പൊളിറ്റിക്കലി ഒരു പ്രത്യേക രീതിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ചായ്വുള്ള രീതിയിലുള്ള ഒരു രീതിയിൽ സംഗതികൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിലാവും. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വോയിസാണ്. ഇപ്പോൾ ആനേനെ ഒരാൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ അറിയാലോ, ആനേനെ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന പോലെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ, അതുപോലെയല്ല ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ, അതൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെയല്ല മുകളിൽ നിന്ന് കാണുമ്പോൾ. അപ്പോൾ കീർത്തി ഈ ഒരു വിഷയത്തെ, ബീഫുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്ന ഒരു രീതി അവർക്ക് ഇപ്പോൾ യു പിയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ തമിഴ്നാട്ടുകാരിയാണ് അവർ അല്ലേ, അവർ നേരെ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിത് വലിയ സംഭവമായിരിക്കും. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നമ്മൾ തമിഴ്നാട്ടിൽ പോയ സമയത്ത് അവിടെ ഹോട്ടലിൽ എന്താ പോയിട്ട് വെച്ചാൽ ബീഫ് ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് ആളുകൾ മൊത്തം അന്തം വിട്ടൊരു ഒരു പ്രത്യേക രീതിയിലാണ് നോക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് യു പിയിൽ പോയിട്ടാണ് ബീഫ് ബിരിയാണി എന്ന് പറയുന്നതിനുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവസ്ഥ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനവിടെ പോയിട്ട് യു പി പോയിട്ട് ബീഫ് ബിരിയാണി എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്താ സംഭവം ഇത് അറിയില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിൽ ബീഫ് വലിയ രീതിയിൽ ആക്രാന്തം അടിച്ച് തിന്നുന്ന ആൾക്കാരുണ്ട്. അത്രയും പൈശാചിക ഇതെന്ന് പറഞ്ഞ ആളുകളാണ് കേരളത്തിലുള്ളതെന്നുള്ള രീതിയിലുള്ള ഒരു നെറേറ്റീവാണ് കീർത്തിയുടെ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് പരക്കെയുള്ള ഒരു സോഷ്യൽ റിയാക്ഷൻ ഉള്ളത്. ഒരു ആളുകൾ കമൻറ്റ് ചെയ്യുന്നതും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതൊക്കെയുള്ള ഒരു നെറേറ്റീവ് അങ്ങനെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബീഫ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഇവിടുന്നാണ്. ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോത്തുനിന്ന് മാത്രമായിട്ട് എടുക്കേണ്ട, കന്നുകാലികൾ, പശു, ആ രീതിയിലുള്ളൊരു സംഗതിയൊക്കെ വരും, മൂരി ഒക്കെ അതിൽ വരും. അത് യു പി എന്നാണ് കണക്ക്. ഈ ഒരു സാധനം നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നത് യു പി നിന്നാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷേ പലരും കമൻറ്റ് ചെയ്യുന്ന ഇങ്ങനെ സംഗതി. അങ്ങനെയാണെങ്കിൽ അതിലൊരു ഐറണി എന്ന് ആലോചിച്ച് നോക്കി. ഗോമാത ഈ ഒരു വൈഭവമൊക്കെ ഏറ്റവും കൂടുതലുള്ള യു പി നിന്നാണ് കന്നുകാലികൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരു സമയത്ത് കന്നുകാലികൾ എക്സ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഗോമാത ആ ഒരു സംഗതിയൊക്കെ വലിയ രീതിയിൽ കയറി വന്നൊരു ടൈമിൽ വലിയ ചർച്ച വിഷയ സമയത്ത് പുതിയ തല്ലുണ്ടായിരുന്നു ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അല്ലേ.
അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് യു പിയിൽ നിന്നാണ് എന്നുള്ള ഒരു സംഗതി വരുമ്പോൾ നമ്മൾ എന്തിപ്പോൾ ഇതിന് പറയുക ഇതാണ്. അപ്പോൾ എന്തായാലും കീർത്തിയുടെ യൂട്യൂബ് ചാനൽ വെറും 3 വർഷം എന്തോ അവർ ആയിട്ടുള്ളൂ, 3-3.5 വർഷം എന്തായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട്. അവർ ജോലി റിസൈൻ ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇറങ്ങിയത്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഈ യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് വേറെ കാര്യം പറയാം, പ്രത്യേകിച്ച് വെറുതെ എന്തെങ്കിലുമായിട്ട് ബഹളം കൂട്ടി വീഡിയോ ചെയ്യാന്നുള്ളൊരു സംഗതിയല്ല കീർത്തിയുടേത്. കീർത്തിയുടെ യൂട്യൂബ് ചാനലൊക്കെ എന്നെ സംബന്ധിച്ചോളം വളരെ രീതിയിൽ ഇൻസ്പയറിംഗ് ആയ ഒരു സാധനം കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു എലമെൻറ്റ് വെച്ചിട്ടല്ല പറയുന്നത്. ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഡിപ്രഷനിലൂടെയും ട്രോമയിലൂടെയൊക്കെ പോയ സമയത്ത് അവർ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോയി. അതവർ നല്ലൊരു നമുക്കറിയാത്ത ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു രീതിയിൽ നെറേറ്റീവ് അവർ കൊണ്ടുവന്നു. അത് കുറച്ച് ഡിഫറൻ്റായ നെറേറ്റീവ് കൊണ്ടുവരിക പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഞാൻ ഈ ബീഫിൻ്റെ കാര്യമല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കോൺട്രവേഴ്ഷ്യലായ സാധനങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പോയിൻ്റ് ഇതാണ് ഗീസ്. കീർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് കിട്ടുക എന്നുള്ള രീതിയിൽ മാത്രം നോക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സമയത്ത് അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടും വൈറലാവാൻ വേണ്ടിയിട്ടും ആളുകൾ അംഗീകരിക്കപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വളരെ ഒരുപാട് പണിയെടുത്തിട്ട് ഭയങ്കര നമ്മൾക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു തീരുന്നതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒരു വോയിസ് ആവാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ പ്രസൻറ്റേഷൻ ആണ് വിചാരിക്കുക, അവിടെ നേഷൻ സെമിനാറാണ് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതിയാണ് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ കീർത്തിനെ അവിടെ വിളിക്കും. കീർത്തിക്ക് പേപ്പർ പ്രസൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കീർത്തിയെക്കുറിച്ച് പൊക്കി വിടാനൊക്കെ വേണ്ടിയിട്ട് അവിടെ എന്ത് ഉണ്ടായിരിക്കും, അവിടെ വലിയ രീതിയിൽ വർത്തമാനം പറയാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി മാറുന്ന സമയത്ത് ഇതേ സംഗതിയാണ് ഇവിടെ വേടനും ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേടൻ കേരളത്തിൽ കാണിച്ചുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കമ്മ്യൂണിസത്തിനും ഒരു എതിരായിട്ടുള്ള ഇങ്ങനെ ഒരു സംഗതി ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ചിട്ടുണ്ടാണ് ഞാൻ പോളറൈസേഷൻ എന്ന് പറയുന്ന സംഗതി. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ വൈറലാവാനുള്ള സാധ്യതകൾ അറിയുന്ന കലാകാരന്മാരും യൂട്യൂബേഴ്സും എഴുത്തുകാരും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവും. അല്ലാണ്ട് ന്യൂട്രലിൽ നിൽക്കുന്ന ആളുകൾ തന്തയ്ക്ക് വിളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ കേട്ടുപോകും, അവർക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എനിക്ക് ഈ വിഷയത്തെ എങ്ങനെയാണ് തോന്നുന്നത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണാൻ പറ്റുന്നത് എന്നൊരു സംഗതി. ഇനി ഞാനല്ലേക്കും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊരു സംഗതി. ഇനി അവർ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനൊരു സംഗതി ചെയ്തു, എന്തുകൊണ്ടാണ് അവർ ഇതിൽ വേറെ കാര്യമുണ്ട്. ബീഫ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നുള്ള ഒരു സംഗതി അവർ ഇട്ടിട്ടില്ല. അവർ പറയുന്നത് അമ്പലങ്ങളുടെ അടുത്താണ് ബീഫ് ഇങ്ങനെ ഒരു സംഭവം, അതേപോലെ ഇത് മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസാണ്, ഇതിൽ നിന്നാണ് ഹിന്ദുക്കൾ ബീഫ് കഴിക്കാനുള്ള ഒരു രീതിയിലേക്ക് വരുന്നത്. അതായത് കമ്പാനിയൻഷിപ്പ് അല്ലേ, ഫ്രണ്ട്ഷിപ്പ്, ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ബീഫ് പൊറോട്ട ഇതൊക്കെ കഴിച്ചുള്ളവർ അവരെ കണ്ടിട്ടാണ് ഹിന്ദുക്കൾ ഇത് കഴിച്ചിരുന്നുള്ള രീതിയിലൊക്കെ ഈ സംഗതി പോകണമെന്ന് കരുതി. ഇത് പക്കാ മതപരമായിട്ടുള്ള ഒരു രീതിയിലേക്കോ ദൈവികമായ ഒരു രീതിയിലേക്കോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഒരു ലീനേജ് വെച്ചുള്ള ഒരു രീതിയിലേക്കൊക്കെയാണ് പൊതുവെ ആളുകൾ ഇത് വായിക്കുന്നത്. അവരെന്തുദ്ദേശം വെച്ചാൽ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും നല്ല രീതിയിൽ വ്യൂസുള്ള ഒരു വീഡിയോ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഇത് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ അവർക്കുള്ള ഒരു ഫ്യൂച്ചറിനെ ഒരു സാധ്യതയെ വലിയ രീതിയിൽ ഇൻറ്റൻസിഫൈ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്ന കേസ്. എന്തായാലും കീർത്തിയുടെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റും. കീർത്തി എന്ന് പറയുന്നത് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അത്രയും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്ന ആളുകളിൽ ഒരാൾ ഒന്ന് കീർത്തി, അതേപോലെ തന്നെ ധ്രുവരാത്തി, അതേപോലെ മലയാളത്തിൽ നോക്കുമ്പോൾ ചുരുക്കം ചില കുറച്ച് ആളുകളുണ്ട്, സീക്രട്ട് ഏജൻറ്റിനെ പോലുള്ള കുറച്ച് ആളുകൾ, മൊബൈൽസ് വ്ളോഗ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും കീർത്തിയുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ശരി അങ്ങനെ ഒരു സംഭവമാണ് ഇല്ലേന്ന്. അല്ലാണ്ട് പ്രത്യേകിച്ച് വിവാദമെന്നോ അങ്ങനെ ഞാൻ ആ ഒരു ടോണിലല്ല വീഡിയോനെ കണ്ടത്. അവർ കേരളത്തിൽ വരുന്നു, ഒരു വീഡിയോ ചെയ്യുന്നു, അതിനുവേണ്ടി അവർ എടുക്കുന്ന ഒരു വർക്ക്, പിന്നെ അവരൊരു പേഴ്സ്പെക്റ്റീവ് എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രത്യേക പേഴ്സ്പെക്റ്റീവിലാണ് അവർ വീഡിയോസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കൽ കേസ്. അപ്പോൾ ചെറുപ്പം